ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന അടിപൊളി ബീറ്റ്റൂട്ട് പച്ചടി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ തുടങ്ങാം. ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ബീറ്റ്റൂട്ട്, ചെറുത് 2 ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 2, തേങ്ങ ചിരകിയത് 1 മുറി തേങ്ങയുടെ പകുതി, തൈര് 4 ടേബിൾ സ്പൂൺ, വറുത്തിടുന്നതിന് 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, വറുത്തിടുന്നതിന് ആവശ്യമായ കടുക്. ആദ്യം ബീറ്റ്റൂട്ടിനൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ്റൂട്ടെല്ലാം ഇതേപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഒരു മിക്സർ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. അപ്പോൾ ബീറ്റ്റൂട്ടിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ തീയിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. തേങ്ങ വെന്ത് പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഈ സമയം ഇതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ അപ്പോൾ ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് വറുത്തിടാം. വറുത്തിടുന്നതിനായി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി രുചിയിൽ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.